ഒറ്റ കാര്യം മാത്രം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഈ പത്രം, ഇന്നത്തെ ഏത് പത്രമാവട്ടെ, ഇന്നത്തെ പത്രം ഇതുപോലെ തുറന്നെടുത്ത് വായിച്ച നിഷ്പക്ഷനായിട്ടുള്ള ഒരാൾക്കും CPIM-ന് വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. UDF-ന്റെ അനുഭാവികൾക്കോ പ്രവർത്തകർക്കോ മാത്രമല്ല, നിഷ്പക്ഷരായ ജനങ്ങൾക്ക് മാത്രമല്ല, സത്യം പറഞ്ഞാൽ CPM-ന്റെ സാധാരണ പ്രവർത്തകന് പോലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് DYFI-യുടെ സാധാരണ ഒരു പ്രവർത്തകന് സ്വന്തം വീട്ടിൽ ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് ആരാണ്? ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് DYFI-യുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് 26-ാമത്തെ വയസ്സിൽ CPIM-ന്റെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളാണ്. ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് 30-ാമത്തെ വയസ്സിൽ കോന്നി MLA ആയിട്ടുള്ള ഒരാളാണ്. ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് നിലവിലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി, പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇന്നലെ ജയിലിലടക്കപ്പെട്ടത് കഴിഞ്ഞ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നു. ശബരിമലയിലേക്ക് പോകുന്ന ഒരു സാധാരണ വിശ്വാസി, ശബരിമലയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ 18-ാം പടി ചവിട്ടി ശ്രീകോവിൽ തുറക്കുമ്പോ പൊന്നയ്യപ്പനെ കാണുന്നുവെങ്കിൽ അവിടുത്തെ പൊന്നു മാത്രം കണ്ട് അത് മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് ദേവസ്വം ബോർഡ് തന്നെയായിരുന്നു എന്ന ഗുരുതരമായ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമല വടകര പാർലമെന്റ് മണ്ഡലത്തില് എന്ന് പറഞ്ഞാൽ തലശ്ശേരി, കൂത്തുപറമ്പ്, കുറ്റ്യാടി, വടകര, നാദാപുരം, പേരാമ്പ്ര, കൊയിലാണ്ടി ഈ പ്രദേശങ്ങളിലൊക്കെ ഉൾക്കൊള്ളുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളുമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഒക്കെ ഇപ്പോ ഷാഫി പറമ്പിൽ വലിയ ഒരു തരംഗമാണ്. ഈ കഴിഞ്ഞ ദിവസം തൂണേരിയിലെ UDF സ്ഥാനാർത്ഥികളുടെ ഒരു സംഗമത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ, കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഷാഫി പറമ്പിൽ സംസാരിച്ച വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. വടകരയിലെ അയ്യപ്പന്റെ പൊന്നുകെട്ടവർക്കാണോ നിങ്ങളുടെ വോട്ട് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. ഈ പത്മകുമാറിന്റെ അറസ്റ്റ്, പത്മകുമാർ ആരാണെന്നാണ് ഷാഫി പറമ്പിൽ വിവരിക്കുന്നത്. സഖാക്കൾ പല രീതിയിൽ ന്യായീകരിച്ചും ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്നും ഞങ്ങൾ സംരക്ഷിക്കില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുകയാണ്. സഖാക്കൾ എന്ന് പറയുന്ന CPM, LDF കേരളത്തിൽ വലിയ ഒരു പ്രതിസന്ധി മുന്നിൽ കാണുകയാണ്. ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി പാർട്ടിയുടെ ഉന്നതരിലേക്കുള്ള അന്വേഷണങ്ങൾക്കുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇനി പത്മകുമാർ തുറന്നു വെച്ച വഴിയിലൂടെ ഈ അന്വേഷണ സംഘത്തിൽ സഞ്ചരിച്ചാൽ മാത്രം മതി കുറെ അധികം ആളുകളെ വിക്കറ്റ് ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആരായിരുന്നു പത്മകുമാർ? അയ്യപ്പന്റെ സ്വർണം കട്ടതിൽ ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ട പത്മകുമാർ ആരായിരുന്നു? പത്മകുമാർ ഈ പറയുന്ന DYFI-യുടെ നേതാവായിരുന്നു. 26-ാം വയസ്സിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് MLA ആയ വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ അംഗമായിരുന്നു. ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ പത്മകുമാർ ചെയ്ത വലിയ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന CPM-ന്റെ LDF-ന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് സംഘ് പരിവാറിന് ഒത്താശ ചെയ്ത് സംഘ് പരിവാറിന്റെ പ്രചരണങ്ങൾക്ക് ചൂട്ടുപിടിച്ച പത്മകുമാറിനെ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് സംഘ് പരിവാർ നടത്തിയ വലിയ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ചൂട്ടുപിടിച്ച വ്യക്തിയാണ് പത്മകുമാർ. ആ പത്മകുമാറിനെ അന്ന് മുതൽ കൈയൊഴിയാതെ വലിയ ഈ അച്ചടക്ക ലംഘനം അല്ലെങ്കിൽ പാർട്ടിയെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പത്മകുമാറിൽ നിന്നും ഉണ്ടായിട്ട് പോലും പത്മകുമാറിനെ കൈയൊഴിയാതെ സൂക്ഷിച്ച് സംരക്ഷിച്ച് പിടിച്ച ആളുകളാ CPM-ഉം CPM-ന്റെ നേതൃത്വവും. അത് എന്തുകൊണ്ടാ? കാരണം പത്മകുമാർ എന്ന് പറയുന്നത് അത്ര ചെല്ലിയ ആളല്ല. പത്മകുമാറിന്റെ കയ്യിൽ വലിയ ബോംബുകൾ പത്മകുമാറിന്റെ കയ്യിലുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ മുന്നിൽ തെളിയിക്കുന്നത്. അന്ന് സംഘപരിവാറിന് കുഴലൂതുന്ന രീതിയിൽ പത്മകുമാർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഈ വർഗീയ ധ്രുവീകരണത്തിന് പത്മകുമാർ എല്ലാവിധ ഓശാരവും നടത്തിയിട്ട് എല്ലാവിധ സപ്പോർട്ടും നടത്തിയിട്ട് അന്ന് ഇതൊക്കെ വളരെ വ്യക്തമായിട്ടും
സൈബർ സഖാക്കൾ അന്ന് പത്മകുമാറിനെ ഒറ്റുകാരനെന്ന് വിളിച്ചിട്ടും പാർട്ടി പത്മകുമാറിനെ സംരക്ഷിച്ച് പിടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഒരു ഘട്ടത്തില് പത്മകുമാർ ഈ പറയുന്ന സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായ പത്മകുമാറിനെ മാറ്റി നിർത്തി അവിടെ വീണ ജോർജിനെ കൊണ്ടുവന്നു. അന്ന് പത്മകുമാർ വലിയ അസംതൃപ്തി പ്രകടിപ്പിച്ചു. പത്മകുമാർ പാർട്ടി വിട്ടുപോകുമെന്നുള്ള ചർച്ചകൾ വന്നു. എന്നിട്ടും പത്മകുമാറിനെ പാർട്ടി വിട്ടില്ല എന്ന് മാത്രമല്ല, പാർട്ടി പത്മകുമാറിനെ ചേർത്ത് പിടിച്ചു. എന്തുകൊണ്ടാ? പത്മകുമാറിന്റെ കയ്യിൽ വലിയ ബോംബുകളുണ്ട്. ആ ബോംബുകളാണ് ഇപ്പൊ പൊട്ടുന്നത്. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്മകുമാറിന് മുകളിലും പത്മകുമാറിനെ നിയന്ത്രിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് ഇപ്പോഴുമുണ്ട്. തൊടാൻ കഴിയാതെ, അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയാതെ പത്മകുമാറിനെ നിയന്ത്രിച്ച ആളുകൾ ഇപ്പോഴും വളരെ വലിയ ഈ പറയുന്ന സംരക്ഷണതയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അന്ന് പത്മകുമാറിനെ നിങ്ങളൊരു കാര്യമായിരിക്കണം, കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം, അന്ന് ശബരിമലയിലെ ഈ സമരവുമായി ബന്ധപ്പെട്ട്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ കേന്ദ്രങ്ങൾ പുറത്തുവിട്ട അല്ലെങ്കിൽ തൊടുത്തുവിട്ട വലിയ ഒരു സമരമുണ്ട്. ആ സമരത്തിന് പത്മകുമാർ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയും അതിനുവേണ്ട സപ്പോർട്ട് ചെയ്യുകയും സാമ്പത്തികമായി പോലും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ്. CPM-ന്റെ കൂടെ നിന്നുകൊണ്ട് CPM നടത്തിയ, LDF സർക്കാർ നടത്തിയ, പിണറായി വിജയൻ സർക്കാർ നടത്തിയ യുവതീ പ്രവേശനം, ആ യുവതീ പ്രവേശനത്തിനെതിരായി സംഘപരിവാർ നടത്തുന്ന സമരത്തിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത വ്യക്തിയാണ് പത്മകുമാർ. എന്നിട്ടും പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല, പാർട്ടി പത്മകുമാറിനെ സംരക്ഷിച്ചു പിടിക്കുകയായിരുന്നു. കാരണം എന്താ? കാരണം ഈ സ്വർണ്ണക്കൊള്ളവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പത്മകുമാറിന് നല്ല വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു. കാരണം പത്മകുമാർ സ്വയം അങ്ങ് പോയിട്ട് അയ്യപ്പന്റെ സ്വർണം കൊള്ളയടിച്ചു കൊണ്ടുപോയതല്ല. പത്മകുമാറിന് മുകളിൽ പത്മകുമാറിനെ നിയന്ത്രിക്കുന്ന വലിയ കരങ്ങൾ ഉണ്ടായിരുന്നു. ആ വലിയ കരങ്ങൾ ഇപ്പോഴും സംരക്ഷിതരായിട്ട് പുറത്ത് ഇങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ പത്മകുമാറിനെയാണ് ഇപ്പോ ഇവർ പറയുന്നത് ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങൾ കൂട്ടുനിൽക്കില്ല, ഞങ്ങൾ കോടതിയുടെ അന്വേഷണത്തിനൊപ്പമാ. കോടതിയുടെ അന്വേഷണം എന്ന് പറഞ്ഞാൽ കോടതി പറഞ്ഞതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കോടതി സ്വമേധയാ കണ്ടെത്തി, കോടതി അന്വേഷണം പ്രഖ്യാപിക്കുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോടതി വെക്കുന്നു. ആ ടീമിനോട് പറയുന്നു, നിങ്ങൾ മറ്റൊരാൾക്കും റിപ്പോർട്ട് സമർപ്പിക്കരുത്, നിങ്ങൾക്ക് പറയാനുള്ളതും നിങ്ങൾക്ക് ചെയ്യാനുള്ളതും ഒക്കെ കോടതിക്ക് മുന്നിൽ മാത്രമാണ് എന്ന് പറഞ്ഞ് കോടതി നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനെ നിങ്ങൾക്ക് അനുസരിക്കുകയല്ലാതെ നിങ്ങളുടെ മുന്നിൽ മറ്റു വഴികളില്ല. ഇത്രയും കാലം ഈ പത്മകുമാറിനെ അടക്കമുള്ള, വാസുവിനെ അടക്കമുള്ള ആളുകളെ സംരക്ഷിച്ച് അയ്യന്റെ പൊന്നുകെട്ട് നിങ്ങൾ എന്നിട്ട് അവസാനം പ്രായശ്ചിത്തം എന്നോണം ഒരു അയ്യപ്പ സംഗമം നടത്തി, ആഗോള അയ്യപ്പ സംഗമം. അതിൽ യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചതോടുകൂടി അയ്യപ്പൻ പൊറുക്കുമായിരുന്ന അയ്യപ്പൻ നേരെ പ്ലേറ്റ് മാറ്റി ചവിട്ടി. അയ്യപ്പന്റെ കോപം വർദ്ധിച്ചു, ഇരട്ടിച്ചു. അതിന് തൊട്ട് പിന്നാലെ നിങ്ങളുടെ മേൽ ഇടുത്തിയായി അയ്യപ്പന്റെ കോപം വീണുകൊണ്ടിരിക്കുകയാണ്. ഈ അയ്യപ്പന്റെ പൊന്നുകെട്ട കള്ളന്മാർക്കാണോ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. ഷാഫി പറമ്പില് വടകരയില് വലിയ മുന്നേറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഈ പറയുന്ന കൂത്തുപറമ്പില്, തലശ്ശേരിയില്, കുറ്റ്യാടിയില്, വടകരയില്, നാദാപുരത്ത്, പേരാമ്പ്രയില്, കൊയിലാണ്ടിയില് എല്ലായിടത്തും ഷാഫി ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്. സഖാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒന്നും സഖാക്കൾ കാണുന്നില്ല എന്ന് നിങ്ങൾ കരുതണ്ട. സഖാക്കൾ ഇതൊക്കെ മനസ്സിലാകുന്നുമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഷാഫിയുടെ പ്രഹരം എന്ന് പറയുന്നത് അത്രത്തോളമുണ്ട്. ഇനി കേരളത്തിലെ പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത്. അയ്യന്റെ പൊന്ന് കക്കാൻ കൂട്ടുനിന്നവർ, അതിന് നേതൃത്വം നൽകിയവർ, അതിൽ കൈകടത്തിയവർ, അവരൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വോട്ടിന് വേണ്ടി വന്ന് ഇങ്ങനെ യാചിക്കുന്നത്. ജനം തീരുമാനിക്കണം ആർക്ക് ചെയ്യണം, ആർക്ക് ചെയ്യരുത് എന്നൊക്കെ. മനസ്സിലായില്ലേ? ഇന്നിപ്പോ പത്മകുമാർ ആണെങ്കിൽ വാസുവിൽ പോറ്റിയിൽ തുടങ്ങി, വാസുവിലൂടെ പത്മകുമാറിലെത്തിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് എവിടെ പോകും, എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തില് നിങ്ങൾക്ക് നല്ല പിടിപാടുണ്ടാവും അല്ലേ? നിങ്ങളുടെ ബോധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാവും. കാരണം പലരും ഇപ്പൊ രോഷാകുലരാകുന്നതാണ് നമ്മൾ കാണുന്നത്, പലരും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ? അത് തന്നെയാണ് ഷാഫി പറമ്പിലും പറഞ്ഞു വെക്കുന്നത്. പത്മകുമാർ അകത്താകുമ്പോ ആരാണ് പത്മകുമാർ? DYFIയുടെ നേതാവായി തുടക്കം, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള മുന്നേറ്റുള്ള യാത്ര, അതിനിടയിൽ MLA ആയിട്ടുള്ള പത്മകുമാർ അവസാനം
ഈ പറയുന്ന വിജയന്റെ ദൈവതുല്യനായി പത്മകുമാർ കണ്ട വിജയന്റെ അടിമയായിട്ടുള്ള പത്മകുമാറിന് അവസാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള ചുമതല ഏൽപ്പിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നു കൊള്ളയടി. വിശ്വാസങ്ങൾ, ആചാരങ്ങൾ കാറ്റിൽ പറത്താൻ, നവോത്ഥാനമുണ്ടാക്കാൻ പുറപ്പെട്ടവർക്ക് എന്ത് അയ്യപ്പന്റെ സ്വർണം, അയ്യപ്പന്റെ പൊന്ന് കെട്ടു എന്ന് മാത്രമല്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇവിടെ ഈ പറയുന്ന ശബരിമലയിലെ സ്വർണത്തിന് എന്ന് പറയുന്നത്, അവിടെ ആ സ്വർണത്തിന് വെറും സാധാരണ ഒരു സ്വർണം എന്നുള്ള വാല്യൂ മാത്രമല്ല ഉള്ളത്. അതിന്റെ ഗ്രാമിനോ അതിന്റെ പവനിനോ അതിന്റെ തൂക്കത്തിനോ മാത്രമല്ല വാല്യൂ ഉള്ളത്. അത് അയ്യപ്പന്റെ സ്വർണമാണ് എന്നുള്ള ഒരു ബ്രാൻഡ് അതിനുണ്ട്. അതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. കോടികൾ എന്ന് പറഞ്ഞാൽ കോടികളാണ്. അത്രയും വലിയ ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ സ്വർണം. ആരാണെങ്കിലും ഒന്ന് കണ്ണും ചിപ്പിച്ചു പോകും. അതല്ലേ ഈ പറയുന്ന ജയറാമിന് സംഭവിച്ചത്. അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി എന്ന് കേട്ടപ്പോ ജയറാം വീട്ടിൽ പൂജ ഉണ്ടാക്കുന്നു, ഒരുക്കങ്ങൾ നടത്തുന്നു, വീട്ടിൽ കൊണ്ടുവെക്കുന്നത് വലിയ ഭാഗ്യമായി കാണുന്നു. വളരെ കുറഞ്ഞ നിമിഷങ്ങൾ, മിനിറ്റുകൾക്ക് വേണ്ടി മാത്രമാണെങ്കിൽ പോലും ലക്ഷങ്ങൾ ചെലവഴിച്ച് വീട്ടിൽ വലിയ പൂജകൾ നടത്തുന്നു. തന്റെ ഈ പറയുന്ന കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി പൂജയിൽ പങ്കെടുപ്പിക്കുന്നു. അപ്പോ ആ അയ്യപ്പന്റെ സ്വർണം എന്ന് പറയുന്നതിന് വലിയൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് തന്നെയാണ് കൊള്ളയടിക്കപ്പെട്ടത്. ആ സ്വർണത്തിന്റെ വാല്യൂ അത് കോടതി നിരീക്ഷിച്ചതുപോലെ അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരുടെ പങ്ക് പോലും ഇതിലുണ്ട്. ഇത് എവിടെയാണ് കൊണ്ടുപോയത്, എവിടെയാണ് വിറ്റു തുലച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു എക്സാക്ട് ഇൻഫർമേഷനിലേക്ക് എത്താൻ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇതിലെ കണ്ണികളെ ഇങ്ങനെ പൂട്ടി ഇനിയും ഒരുപാടധികം യാത്ര ചെയ്യാനുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. ഈ അയ്യപ്പന്റെ പൊന്ന് കട്ടവരെയാണോ നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത് എന്നുള്ള ചോദ്യമാണ് വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ ഉയർത്തുന്നത്. ആ ചോദ്യങ്ങൾക്ക് വലിയ സ്വീകാര്യത വടകരയുടെ മണ്ണിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ദൃശ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതും.